ചോദ്യം ചെയ്യൽ പഠനത്തിനും വളർച്ചയ്ക്കും ലോകത്തെ മനസ്സിലാക്കുന്നതിനും നിർണായകമായ ഒരു പ്രക്രിയയാണ്. ചിന്തകൾ വ്യക്തമാക്കാനും പ്രശ്നങ്ങൾ തിരിച്ചറിയാനും പരിഹാരങ്ങൾ കണ്ടെത്താനും ഇത് സഹായിക്കുന്നു. ഇന്നത്തെ വിവരസാങ്കേതിക ലോകത്ത് ഫലപ്രദമായ ചോദ്യം ചെയ്യൽ അത്യന്താപേക്ഷിതമാണ്. പ്രധാന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും വ്യക്തിഗതവും സാമൂഹികവുമായ പുരോഗതിക്കായി വിവരങ്ങളെ അടിസ്ഥാനമാക്കി തീരുമാനങ്ങൾ എടുക്കാനും ഇത് നമ്മെ അനുവദിക്കുന്നു. ഫലപ്രദമായ ചോദ്യങ്ങൾ രൂപീകരിക്കുന്നതിന് ക്വസ്റ്റ്യൻ അതിൻ്റെ അക്ഷരങ്ങളിലൂടെ താഴെ വിവരിക്കുന്നു. Q for ക്വാളിറ്റി, ഗുണമേന്മ. അവ്യക്തത ഒഴിവാക്കാൻ നമ്മുടെ ചോദ്യങ്ങൾ വ്യക്തവും സംക്ഷിപ്തവും ശ്രദ്ധ കേന്ദ്രീകൃതവുമാണെന്ന് ഉറപ്പാക്കുക. U for അണ്ടർസ്റ്റാൻഡിംഗ്, മനസ്സിലാക്കുക. പശ്ചാത്തലത്തെയും മുൻ വിവരങ്ങളെയും കുറിച്ചുള്ള നമ്മുടെ അറിവിനായി പ്രതിഫലിപ്പിക്കുന്ന ചോദ്യങ്ങൾ രൂപപ്പെടുത്തുക. E for എക്സ്പ്ലോറേഷൻ, പര്യവേക്ഷണം. ലളിതമായ അതെ ഇല്ല ഉത്തരങ്ങൾക്കപ്പുറം പോകുന്ന ചോദ്യങ്ങളിലൂടെ ആഴത്തിലുള്ള ചിന്തയെ പ്രോത്സാഹിപ്പിക്കുക. S for സ്പെസിഫിസിറ്റി, പ്രത്യേകതകൾ. അവ്യക്തത ഒഴിവാക്കി കൃത്യമായ പ്രതികരണങ്ങൾ നേടുന്നതിന് നിർദ്ദിഷ്ട ചോദ്യങ്ങൾ രൂപപ്പെടുത്തുക. T for ടൈമിംഗ്, സമയം. ചോദ്യങ്ങൾ എപ്പോൾ, എവിടെ ചോദിക്കണം എന്നതിനെക്കുറിച്ച് ശ്രദ്ധാലുവായിരിക്കുക, കാരണം പശ്ചാത്തലം പ്രതികരണങ്ങളെ സ്വാധീനിക്കുന്നു. I for ഇൻട്രസ്റ്റ്, താൽപ്പര്യം. നമ്മളെ ശരിക്കും ആകർഷിക്കുന്നതും നമ്മുടെ പഠന ലക്ഷ്യങ്ങളുമായി യോജിക്കുന്നതുമായ ചോദ്യങ്ങൾ തിരഞ്ഞെടുക്കുക. O for ഓപ്പൺനെസ്, വിശദീകരണം. വിശദവും വൈവിധ്യപൂർണവുമായ പ്രതികരണങ്ങൾക്കായി തുറന്ന ചോദ്യങ്ങൾ ഉപയോഗിക്കുക. N for നുവാൻസ്, സൂക്ഷ്മത. മറ്റുള്ളവരുടെ മേലുള്ള സാഹചര്യവും സാധ്യതയുള്ള സ്വാധീനവും പരിഗണിക്കുക. നിങ്ങളുടെ ചോദ്യം ചെയ്യലിൽ സംവേദനക്ഷമത ഉൾപ്പെടുത്തുക. ചോദ്യം ചെയ്യാനുള്ള കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിന് ജിജ്ഞാസ വളർത്തുക. അനുമാനങ്ങളെ ചോദ്യം ചെയ്യുക, സജീവമായി ശ്രദ്ധിക്കുക, വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ തേടുക, പ്രതിഫലന ചിന്ത പരിശീലിക്കുക. ഈ മനോഭാവം ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുകയും നല്ല മാറ്റത്തിന് സംഭാവനകൾ നൽകുകയും ആജീവനാന്ത പഠനത്തെയും പര്യവേക്ഷണത്തെയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. നന്ദി.